അസ്സലാമു അലൈക്കും. അബ്ദുല്ല ഹസറോടാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് ഇത് നമ്മളെ ജഫീർ മുത്തുക്കോയ തങ്ങൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ട് വേണം വിലയിരുത്താൻ വേണ്ടി. ആദ്യം തങ്ങൾ എന്ത് പറയും നോക്ക്. ഭരണീയർക്ക് ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഭരണീയരോടുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ ഏറ്റവും അധികം ധൈര്യം കാണിച്ചത് മുഖ്യമന്ത്രിമാരെ കൂട്ടത്തിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഒരു കപ്പിത്താൻ ഒരു കപ്പൽ തുഴഞ്ഞുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ നേതൃത്വം നൽകുമ്പോൾ, ഒരു രാജ്യത്തിന് നമ്മൾ നേതൃത്വം നൽകുമ്പോൾ, രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നിലുള്ളവർ നമ്മളിൽ അർപ്പിച്ചതായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിറവേറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും വലിയ കഴിവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഭരണീയർക്കുണ്ടായ ആ ഭയം അത് പൂർണ്ണമായും കൊണ്ട് അത് ഇല്ലാതെയാക്കാൻ, അത് ദൂരീകരിക്കാൻ ആവശ്യമാവുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരായി കൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. നമ്മുടെ കേരള ഗവൺമെൻറ്റും കേസ് ഫയൽ ചെയ്തു. പത്രങ്ങളിലൊക്കെ, ദേശീയ പത്രങ്ങളിലൊക്കെ ഇതൊരു വലിയ സംഭവമായി കൊണ്ടിട്ട് അതിൻ്റെ പരസ്യം നൽകി. ധൈര്യമായ നിലക്ക് ഈ രംഗത്ത് വളരെയധികം ശക്തിയോടുകൂടി നിലനിൽക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയം. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഞ്ചരിച്ച് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം പൂർണ്ണമായും കൊണ്ടും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവാകുമ്പോൾ ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിൻ്റെ പിന്നിൽ അണിനിരന്ന അണികൾക്ക് വേണ്ട ധൈര്യവും സ്ഥൈര്യമൊക്കെ നൽകി അവർ ഭയവിഹലരായി കൊണ്ടിട്ട് അവർ പേടിച്ച് ജീവിക്കുമ്പോൾ അവരെ പേടി അകറ്റാനും അത് ദൂരീകരിക്കാനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊരു നേതാവും ചെയ്യണം. അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ലോകം ഭരിച്ച പല നേതാക്കന്മാരും ഈ സ്വഭാവമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്വഭാവം ഇല്ല എന്നുള്ളത് ഒരു നേതാവിൻ്റെ ഗുണമല്ല. ഈ സ്വഭാവം ഉണ്ടാവണം ഒരു നേതാവിനിക്ക്. അതാണ് ഇവിടെ ഏറ്റവും അധികം നമുക്ക് ആദ്യമായി കൊണ്ട് പ്രശംസിക്കപ്പെട്ടതായ ഒന്ന്. നമ്മൾ ഈ പരിശോധിച്ച് നോക്ക്, പല രാജ്യം ഭരിച്ച ആളുകളും ആ രാജ്യത്തിൻ്റെ ഭരണീയരെ ഉപദ്രവിക്കാനും അവരെ നിഷ്ഠൂരം വധിക്കാനും അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും ഒക്കെ പല ഭരണകർത്താക്കളും പല ലോകത്തും ശ്രമിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ പിന്നെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മഹാനായ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണാധികാരികളോട് അവരെ നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമുണ്ട്. അൻസാറുകളാവുന്നതായ വിഭാഗത്തിനെ ചൂണ്ടിക്കൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ഹയ്യ ലയഖിൽ, ഈ വിഭാഗം അത് ന്യൂനപക്ഷമായി കൊണ്ട് മാറും ഈ അൻസാറുകൾ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിൽ നിന്നുള്ള ആർക്കെങ്കിലും അധികാരം നൽകപ്പെട്ടാൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ അധികാരങ്ങൾ, ഇവർക്കുള്ളതായ ഇവർക്ക് വേണ്ട ഗുണങ്ങൾ അത് പൂർണ്ണമായി ചെയ്തു കൊടുത്തുകൊണ്ടിട്ട് ഇവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഇവർ യഖ്ബൽ മിൻ മുഹ്സിനീൻ, ഇവരെ നന്മകൾ നിങ്ങൾ സ്വീകരിക്കണം. ഇവരിൽ നിന്നുള്ള ആരുടെയെങ്കിലും പക്കൽ നിന്ന് എന്തെങ്കിലും നിലക്കുള്ളതായ മോശത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കാനും പുറത്തു കൊടുക്കാനും കൂടെ ശ്രമിക്കണം എന്നാണ് ഭരണകർത്താക്കളോട് പ്രവാചകൻ ചെയ്തതായ ഏറ്റവും വലിയ ഉപദേശം. അപ്പോൾ അതാണ് ഭരണകർത്താക്കൾ സ്വീകരിക്കേണ്ടതായ നയം. ഇവിടെ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം നമ്മൾക്കറിയാം. ലോകത്തിനൊക്കെ മാതൃകയാവുന്നൊരു പാരമ്പര്യമാണ് ഈ ഇന്ത്യ രാജ്യത്തുള്ളത്. ഈ ഇന്ത്യ രാജ്യത്ത് പല മതസ്ഥരും ഇവിടെ ജീവിക്കുന്നു. ഈ മതസ്ഥരിടയിൽ ഒക്കെ വളരെയധികം ഐക്യത്തോടും സന്തോഷത്തോടും പരസ്പരം അങ്ങും ഇങ്ങും സഹായിച്ചു കൊണ്ടിട്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ഈ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിത രീതിയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇതിനെല്ലാം സാധിപ്പിക്കുന്ന നിലക്കുള്ള, ഇതിനെല്ലാം സംരക്ഷിക്കുന്ന നിലക്കുള്ളതായ ഏറ്റവും വലിയതായ ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. ഏതൊരു മതമാണെങ്കിലും ആ മതങ്ങൾക്ക് ആ മതത്തിൻ്റെതായ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും. അതനുസരിച്ചായിരിക്കും ആ മതത്തിൻ്റെ ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെടേണ്ടത്. എന്നതുപോലെ ഒരു രാഷ്ട്രം, ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിൻ്റെതായ ഒരു ഭരണഘടന അതുണ്ടാവും. ഇതെല്ലാ രാജ്യങ്ങൾക്കുള്ളതാണ് ഭരണഘടന. പക്ഷേ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ അത് ലോകരാഷ്ട്രങ്ങളുടെ അതിന് പകരം വെക്കാനില്ലാത്തൊരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന. ഇന്ത്യ രാജ്യത്തുള്ള അത് മതവിശ്വാസികളാവട്ടെ മതമില്ലാത്തവരാവട്ടെ, അത് ഏത് മതക്കാരാവട്ടെ,
അവർക്കൊക്കെ അവർക്കുള്ള വിശ്വാസം അനുസരിച്ച്, അവരുടെ ആചാരങ്ങളനുസരിച്ച് അവരെ കർമ്മങ്ങൾ ചെയ്യാനും അവർക്ക് പ്രവർത്തിക്കാനുള്ളതായ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതായ ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഒരു നിലക്കുള്ളതായ വിവേചനവും അത് മതത്തിൻ്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. മതത്തിൻ്റെ മേൽ വിവേചനം ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിനോട് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചത്. നമുക്കറിയാം, ആ ബ്രിട്ടീഷുകാരോട് പോരാടിയവരാണ് നമ്മുടെയൊക്കെ പിതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ജാതി ആളുകളും. അത് മതം, പിന്നെ ഏത് മതസ്ഥരാവട്ടെ, അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട പല പാർട്ടികളാവട്ടെ, അതല്ല മതം ഇല്ലാത്തവരാവട്ടെ, നമുക്കൊക്കെയുള്ള പിതാക്കന്മാരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ പോരാടിയവരാണ്. ഇവിടെ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നവരാണ് നമ്മൾക്കുള്ളതായ പിതാക്കന്മാർ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് നമുക്ക് സ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിച്ച കാലത്തുള്ള അതിൻ്റെ ആധാരം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിച്ചതാണ്, ഇന്ത്യ രാജ്യത്താണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് പല പ്രാവശ്യം പോയി ബഹുമാനപ്പെട്ടവർ ഹജ്ജിനൊക്കെ പോയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വാപ്പാൻ്റെ അപ്പുറമുള്ള, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അപ്പുറമുള്ള ആളുകളുടെ പിന്നെ അവർക്കുള്ള ആധാരവും മറ്റുമൊക്കെ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു നീതിയല്ലാതെ, അത് അങ്ങനെയല്ല പൗരത്വം തെളിയിക്കപ്പെടേണ്ടത്. ഇവിടെ ഈ ഭരിക്കുന്ന ഏത് ഭരണകർത്താക്കളാണെങ്കിലും, ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരാണെങ്കിലും, അവർ ഒരു വിശുദ്ധമാവുന്ന ഒരു ചടങ്ങ് അഥവാ സത്യപ്രതിജ്ഞ അത് ചെയ്തുകൊണ്ടിട്ടാണ് അവർ ഈ അധികാരം ഏറ്റെടുക്കുന്നത്. അതെന്താ? ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മാനിച്ചുകൊണ്ടിട്ട് ഇവിടെ ഭരണം നടത്തുന്നതാണ്. അത് ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മാനിച്ചുകൊണ്ടുള്ള ഭരണമാണെങ്കിൽ ഈ 14ഉം 15ഉം വകുപ്പ് ഇവിടെ നമുക്ക് നൽകുന്നതായ ഈ അധികാരം, ഈ സ്വാതന്ത്ര്യം, ഈ വിവേചനമില്ലായ്മ, ഈ തുല്യത നിലനിർത്തണം. അങ്ങനെയാണ് നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇത് നിയമം കൊണ്ടുവരുമ്പോൾ ഒരു വിഭാഗത്തിന് ഒഴിവാക്കാം. അത് ഒഴിവാക്കിയത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അരിഭക്ഷണം കഴിക്കുന്നവരോട് ഒഴിവാക്കിയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു വിഭാഗം, ഇന്ന ആളുകൾ ഇന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇന്നവർ ഇവർക്കൊക്കെ പൗരത്വം നൽകാം. അപ്പോൾ പൗരത്വം നൽകാൻ പറ്റാത്തത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ മതമില്ലാത്ത ആളുകൾക്കും പൗരത്വം നൽകില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകൾ, അത് മുസ്ലിങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ, ഈ രാജ്യത്തെ സ്നേഹിച്ചു വന്നവരാണ്. ഈ രാജ്യത്തെ സ്നേഹിച്ചു വന്നവർക്ക് നമ്മളിവിടെ പൗരത്വം നൽകണം. അത് ജനങ്ങളിടയിൽ അതൊരു മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടിട്ട് ജനങ്ങളെ രണ്ട് വിഭാഗമായി കൊണ്ട് തിരിച്ചുകൊണ്ടിട്ട് ഉള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെ ശ്രമിച്ചാൽ ഇവിടെ ഉണ്ടായിത്തീരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ജനങ്ങൾ തമ്മിലുള്ളതായ തമ്മിലടിയും ഇവിടുത്തെ ഈ സമാധാനവും ഈ സൗഹാർദ്ദവും ഈ മത സൗഹാർദ്ദവും ഈ സാമുദായിക ഐക്യവും ഇന്ത്യ രാജ്യം ഇവിടെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്ന ഈ പാരമ്പര്യം, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ സംസ്കാരം, ഇതൊക്കെ ഇല്ലാതെയാക്കാനേ അതൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും, മതേതരത്തിൽ വിശ്വസിക്കുന്നവർ, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഈ രാജ്യത്തിൻ്റെ ഈ ഉയർന്ന സംസ്കാരം, ആ സംസ്കാരം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും, അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടി പ്രവർത്തിക്കുന്നുണ്ടോ കൂടാതെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത് വളരെയധികം ശ്ലാഘനീയമായ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആദ്യമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിട്ട് ഇതൊരു ശബ്ദമായി കൊണ്ടിട്ട് ഭരണകർത്താക്കളുടെ ഇടയിൽ അത് കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മൂപ്പരുടെ പ്രസ്താവന അത് തന്നെയാണ്, ഇനിയും ഒന്നിച്ച് നിന്നും കൊണ്ട് പ്രവർത്തിക്കണം. കണ്ടില്ലേ, ഞാനിപ്പോൾ അത് പറയാനുള്ള കാരണം എന്താ പറയുക, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ എന്താണ് ഇന്നത്തെ അവസ്ഥ വിശേഷം. അതായത് ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ UDF-ൻ്റെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി UDF-ലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ പല പ്രശ്നങ്ങളും ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രദേശത്ത് നിൽക്കുന്ന ആളുകൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്നല്ല പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ അടുത്തൊരു 10 കൊല്ലത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. BJP ഗവൺമെൻറ് വന്നതിന് ശേഷം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് നിലവിൽ നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്ന ഇന്ന ദിവസം കൂടി ഒന്ന് നോക്ക്, മാർക്സിസ്റ്റ് പാർട്ടി ഏകദേശം ഒരു 5 കൊല്ലത്തിന് ഇപ്പുറത്ത് നിങ്ങൾ ഫുള്ളി തെളിവെടുത്ത് നോക്കിയാൽ മുസ്ലിങ്ങൾക്ക് എവിടെ പ്രശ്നങ്ങളുണ്ടോ ക്രിസ്ത്യാനിക്ക് എവിടെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പം ഇത് തന്നെയാണ് ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ AP അബൂക്കർ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു പാർട്ടിയായിട്ട് അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല പറയുന്നത്. ഒരു നമ്മൾ ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായി ജീവിക്കാൻ അവകാശമുള്ള ഒരു സമുദായം എന്നുള്ള നിലക്ക് നമ്മൾ ജീവിക്കാൻ അനുവദിക്കാത്ത സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരല്ലേ ശരിക്കും പ്രവർത്തിക്കേണ്ടത്. എവിടെയാണ് ഈ 10 കൊല്ലത്തിന് അല്ലെങ്കിൽ 5 കൊല്ലത്തിൻ്റെ അകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ്സുകാർ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സമരം ചെയ്തിട്ട്
വിജയിച്ചിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാർ ഈ കാണുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പറയാറില്ല. ഏതായാലും ഇത് നിങ്ങളെ അഭിപ്രായം, ഇന്നത്തെ നിലപാടും ഈ ജിഫ്രി തങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ AP ക്രിസ്തു പറയുന്നതും രണ്ട് കൂട്ടി വായിച്ചിട്ട് ഇന്ന് ഈ ഘടകകക്ഷി എന്നുള്ള ഈ കോൺഗ്രസ്, UDF കോൺഗ്രസ് എന്തിനു വേണ്ടി മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നത് നിങ്ങളൊന്ന് ഏതാണ് ഒരു 5 കൊല്ലത്തിന് അകത്ത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിച്ചിട്ട് വിജയിച്ച് ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റ് കേരളത്തിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് തുറന്നിട്ടുള്ള വീഡിയോ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. ഏതായാലും ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ നിന്നുകൊണ്ട് ഞാൻ നിർത്താം. അടുത്ത വീട്ടിൽ കാണുന്നവർക്കും എല്ലാവർക്കും ജയ് ഹിന്ദ്.